വലത് ചിന്തകൾക്ക് കേരളത്തിൽ സ്വാധീനമേറി വരികയാണ്. പ്രത്യേകിച്ചും നേരത്തെ ആളുകൾ കുറേയൊക്കെ അകറ്റിയിരുന്ന RSS പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് വലിയ സ്വാധീനമാണ്. RSS പ്രചരിപ്പിക്കുന്ന ചിന്തകൾക്ക് സമൂഹത്തിൽ വലിയ പ്രചാരണം ലഭിക്കുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും ലെജിറ്റിമൈസ് ആയി കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യം, എന്തുകൊണ്ടാണ് 100 വർഷം പിന്നിട്ടിട്ടും RSS പോലുള്ളൊരു പ്രസ്ഥാനം പിളരാതിരുന്നത്? മറ്റു പല വലിയ പ്രസ്ഥാനങ്ങളും ഇതിനോടകം പല കഷ്ണങ്ങളായി മുറിഞ്ഞു പോയിട്ടുണ്ട്. RSSനെ എന്തുകൊണ്ടാണ് മുറിക്കാൻ പറ്റാത്തത്? RSS പിളരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായൊരു ഉത്തരം, ആ ഉത്തരം മാത്രമല്ല, പല ഉത്തരങ്ങളുണ്ടാവും. ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നതിന് പേരുണ്ടെങ്കിലും അത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അത് ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. ശരി, അത് സാംസ്കാരിക പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തെ സാംസ്കാരികമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റി ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് RSS ഇതുവരെ ഏർപ്പെട്ടിട്ടുള്ളത്. RSS നിരോധിക്കപ്പെട്ടതാണ്. ഗാന്ധിവധത്തെ തുടർന്നാണ് RSS നിരോധിക്കപ്പെടുന്നത്. ഗാന്ധിവധത്തിൽ RSSന് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു RSSനെ നിരോധിക്കുന്നതിന് കാരണമായിട്ട്. പക്ഷേ RSS ആ നിരോധനത്തെ അതിജീവിക്കുന്നു. കാരണം ഗവൺമെൻറ്റുമായിട്ട് സന്ധി സംഭാഷണം നടത്തുകയും അത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ RSS ഇല്ല എന്ന് പറയുകയും അങ്ങനെ RSS അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു. വീണ്ടും തുടർ പ്രവർത്തനം ആരംഭിക്കുന്നു. എങ്ങനെ? നിയമപരമായി തന്നെ. അപ്പോൾ കോൺഗ്രസ് പോലും ആ സമയത്തൊക്കെ RSSനെ പിന്നീട് സഹായിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിനെയും RSS സഹായിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിനൊരു രാഷ്ട്രീയമില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആ കാലത്തെ അതിൻ്റെ അതിജീവനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പിന്നീടും അതിന് രാഷ്ട്രീയമില്ല, ഇപ്പോഴും അതിന് രാഷ്ട്രീയമില്ല. അതിന് വളരെ കൃത്യമായിട്ടുള്ള പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. മാത്രമല്ല അതിന് ഏറെ സമാനതയുള്ളത് ഹിറ്റ്ലർ മുന്നോട്ട് വെച്ച, മുസോളിനി മുന്നോട്ട് വെച്ച ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയും ഒരു ആൺ രാഷ്ട്രീയത്തിൻ്റെയും ഒരു കേന്ദ്രീകൃത സ്വഭാവം അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിളരാത്തതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടതല്ല RSS എന്നുള്ളത് കൊണ്ടാണ് അതിനെ പിളർച്ചയില്ലാതായിരുന്നത്. മറ്റൊരു പിളരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരെല്ലാം രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അധികാര കേന്ദ്രീകൃതമായി മാറിത്തീരുകയും ചെയ്യുമ്പോൾ അധികാരം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ച് രൂപപ്പെടുന്ന സംഘർഷങ്ങളാണ് ആ പാർട്ടികളെ എല്ലാം പിളർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RSSനെ അങ്ങനെ അധികാരം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ചുള്ള സംഘർഷത്തിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് പിളരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അത് തുടരുമ്പോഴും BJP അതിൻ്റെ ഒരു അധികാര പാർട്ടിയാണ്. BJP അധികാര പാർട്ടിയായിട്ട് തുടരുന്ന സമയത്ത് BJP പിളരുന്നുണ്ട്. BJPയിൽ നിന്ന് പലരും പോകുന്നുണ്ട്. BJP പല ആളുകളും എടുക്കുന്നുണ്ട്. അതൊന്നും RSSൻ്റെ കാഴ്ചപ്പാട് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടേ അല്ല. RSS വളരെ വ്യക്തമായിട്ട് അതിൻ്റെ പ്രത്യയശാസ്ത്രം ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രം എങ്ങനെയാണ് ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ഹിന്ദു പോളിസികളനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടത് എന്ന കാഴ്ചപ്പാട് അവർക്കുണ്ട്. അവർ കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ മനുഷ്യരുടെ ചിന്താഗതികളെ കൃത്യമായിട്ട് സ്വാധീനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നിങ്ങളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഭക്ഷണ രീതികൾ എന്തായിരിക്കണം, നിങ്ങളുടെ സാംസ്കാരിക സവിശേഷത എന്തായിരിക്കണം, നിങ്ങളുടെ അച്ചടക്കം എങ്ങനെയായിരിക്കണം, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ, പരിപാടികൾ ഒക്കെ RSSൻ്റെ കയ്യിലുണ്ട്. RSS അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അതിൽ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. അധികാര കേന്ദ്രത്തിൻ്റെ ഒരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യുമായിരുന്നു, പിളർന്നു പോകുമായിരുന്നു. അല്ല, വളരെ മിസ്റ്റീരിയസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് പലർക്കും പറയാൻ തോന്നുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മെമ്പർഷിപ്പ് ഇല്ല, ആർക്ക് വേണമെങ്കിലും ചേരാം. അതേപോലെ തന്നെ അക്കൗണ്ട് ബുക്കില്ല, കണക്ക് പുസ്തകമില്ല, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള രജിസ്ട്രേഷൻ പരിപാടികളും ഇല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു കാരണങ്ങൾ ഈ പിളരാത്തതിന് സഹായകരമാവുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് അങ്ങനെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള പണമില്ലാത്തതിൻ്റെ ഫലമായിട്ടും
അതിന് പ്രത്യേകമായിട്ടുള്ള രശീതുകളില്ലാത്തതിൻ്റെ ഫലമായിട്ട്, പണം സൂക്ഷിക്കുന്നതിനുള്ള ഒരു കൈക്കാര്യക്കാരനില്ലാത്തതിൻ്റെ ഫലമായിട്ട്, അധികാരം കേന്ദ്രീകരിക്കപ്പെടാത്തതിൻ്റെ ഫലമായിട്ടും അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി അത് വേണമെങ്കിൽ പൊളിഞ്ഞു പോകാൻ സഹായകരമാകാം. വളരെ ഫ്ലെക്സിബിളാണ് ആരും പക്ഷെ അങ്ങനെയല്ല. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആണെങ്കിലും അതിനെ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് ഒരു ചരടിൽ എന്നവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രവർത്തനമാണ് അതിനെ നിരന്തരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജ്ജമായി മാറിത്തീരുന്നത്. ആ പ്രത്യയശാസ്ത്രത്തെ എതിർക്കാൻ പ്രത്യയശാസ്ത്രപരമായിട്ട് ശേഷിയുള്ളത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണ്. ശരി, കോൺഗ്രസിന് അതിനുള്ള ഒരു പ്രത്യയശാസ്ത്ര പ്രതിരോധ സാധ്യത അതിൻ്റെ അകത്തില്ല. RSS കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള ശേഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെ നേരിടാൻ ഉള്ള ശേഷി ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അധികാര തർക്കങ്ങളെ തുടർന്ന് പലതരം കഷ്ണങ്ങളായിട്ടൊക്കെ ചിന്നി പോകുന്നുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാറ്റേണും RSSൻ്റെ ഈ ഒരു പാറ്റേണും ഇതിന് അടിത്തട്ടിൽ ചെറിയ രീതിയിലുള്ള സാമ്യതയുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കേഡർ പാർട്ടിയാണ്, അല്ലെ രണ്ടും കേഡർ സ്വഭാവത്തിലാണ് നീങ്ങുന്നത്. കേഡർ സ്വഭാവമാണ് ആ രണ്ട് പാർട്ടിയുടെയും ശക്തി. ഇപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ ആണ് പ്രധാനപ്പെട്ട ശത്രുവായിട്ട് അവർക്ക് കണക്കാക്കേണ്ടത്. കാരണം അവരുടെ പ്രത്യയശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവങ്ങളൊക്കെ പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഈ മത രാഷ്ട്രവാദത്തെ ശക്തമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. അല്ലെ അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മൾട്ടി കൾച്ചറലും മൾട്ടി റിലീജിയസുമായിട്ടുള്ള സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കമ്മ്യൂണിസത്തെ അതിശക്തമായിട്ട് RSS എന്ത് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. CPM-ആയിട്ട് തല്ലുപിടിച്ച് പുറത്തു പോകുന്ന ആളുകൾ ആദ്യം ഓടിക്കയറുന്ന എവിടെയാണ്? RSSലാണ്. എന്താണെന്ന് ചോദിക്കുക. എത്രയോ വലിയ നക്സൽ നേതാക്കൾ RSS ആയവരുണ്ടല്ലോ. പണ്ടത്തെ വലിയ നക്സലുകൾ ഇപ്പോൾ RSS ആയവരുണ്ട്. അല്ല, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയ ഉണ്ടല്ലോ, അതാണ് ഞാൻ പാറ്റേൺ. അത് രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ അവിടെ ചെന്ന് ചേരാനായിട്ട് കഴിയും. മാത്രമല്ല അവർ ശക്തമായിട്ട് എതിരാളിയെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർ ഈ മാർക്സിസത്തിൽ നേരെ RSSലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഈ മാർക്സിസം എന്ന് പറയുന്നവർക്ക് ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരു സാധനമാണ്. അതിനോട് പോരടിക്കാനും യുദ്ധം ചെയ്യാനും ഉള്ള കരുത്തെന്ന് പറയുന്നത് ഈ കേഡർ സംവിധാനമുള്ള RSSനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പോലും എടുത്താൽ, കണ്ണൂർ ജില്ലയിൽ നിന്ന് CPM എന്ന ഒരാൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നേരെ ചെന്ന് RSSൽ ചേരാൻ കാരണം അവൻ്റെ സംരക്ഷണം കൂടി അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാ സ്ഥലത്തും അങ്ങനെയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ കാലാവസ്ഥ അസ്തമിക്കും. അപ്പോൾ പിന്നെ ഒരുത്തിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരിടത്ത് ഓടിക്കയറേണ്ട സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പ്രത്യയശാസ്ത്രപരമായി മാത്രം, സംവാദാത്മകമായിട്ട് മാത്രം അവയെ നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് പക്ഷേ വളരെ വളരെ പതുക്കെ മാത്രം രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയെ ഞാൻ കണക്കാക്കുന്നു. ഇപ്പം BJPയെ ഒന്നും RSSന് അത്ര താല്പര്യമില്ല. കാരണം BJP കാണിച്ചു കൂട്ടുന്ന വളരെ മോശമായിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും RSS അംഗീകരിക്കാറില്ല. മാത്രമല്ല അധികാരക്കുതി എന്ന് പറയുന്ന RSSന് താല്പര്യമുള്ള കാര്യമല്ല. RSS BJPയെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് RSSൻ്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ വേണ്ടി. ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ പോലും സഹായിച്ചിട്ടുണ്ട്. അത് ആരെ സഹായിക്കാൻ അവർ തയ്യാറാണ്. കാരണം അവർക്ക് ഒരു വിഷനുണ്ട്. ആ വിഷനിലേക്ക് കാര്യങ്ങൾ ചിലപ്പോൾ ഒരു CPM-നെ പോലും സഹായിച്ചെന്നിരിക്കും. അല്ല, കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും സാംസ്കാരികപരമായിട്ട് ചെലുത്താനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നിലവിൽ അങ്ങനെയല്ല, വലിയ സ്വാധീനമാണ് RSSന് ലഭിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവരുടെ ഗുണം കൊണ്ടാണോ അതോ മോശത്തെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല, അവർക്ക് അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ സാംസ്കാരികമായിട്ടുള്ള അതിനൊരു നിർമ്മിതിയുണ്ട്. ആ നിർമ്മിതി എന്നൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ തത്വശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ഒക്കെ പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആത്മീയതയുടെ കൂടി പ്രവർത്തനമാണ് അത്. പക്ഷേ അങ്ങനെ RSSനെ
സ്വീകാര്യമായതല്ല. RSS ഇവരുടെയൊക്കെ പടമൊക്കെ വെക്കുന്നുണ്ടെന്നല്ലാണ്ട് അവരുടെ പാതയിലൂടെ എങ്ങനെ സഞ്ചരിക്കാനായിട്ട് തൽപരരല്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാംസ്കാരിക ഇടം കേരളത്തിലുണ്ട്. അത് കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് RSS പ്രാപ്തരല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവർക്കതിനകത്ത് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയാതിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് അത് കഴിഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇതിൽ ഇടപെടാനായിട്ട് കഴിയുന്ന തരത്തിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തന മണ്ഡലം ഉണ്ടായിരുന്നു. നാടകങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിസം കേരളത്തിൽ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് KPAC പോലെയുള്ളതായിട്ടുള്ള നാടക സംഘം. അവർ നിങ്ങളെങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കിയത് മാത്രമല്ല, അതുപോലെയുള്ള ഒത്തിരി നാടകങ്ങൾ എന്ത് ചെയ്ത് ഈ ആളുകളുടെ ഇടയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ വി ശാംബശിവനെ പോലെയുള്ള, അതുപോലെ കടവാങ്കലം സദാനനെ പോലെയുള്ള പ്രാസംഗികർ, കഥാപ്രാസംഗികർ എന്ന് പറഞ്ഞതിനിടയിൽ കഥാപ്രസംഗത്തിലൂടെ വേൾഡ് ക്ലാസിക്കുകളൊക്കെ ഈ കേരളത്തിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു സാംസ്കാരിക പൊലിമ പൊതുവെ ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് നിലനിർത്താനായിട്ട് കഴിഞ്ഞു. എത്രയോ ക്ലാസിക്കൽ അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ മേഖലകളിൽ വ്യാപിച്ച് ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക സവിശേഷത വളർത്തിയ സാധനങ്ങളായിരുന്നു. അത് ആ സാംസ്കാരിക ഇടത്തേക്ക് കയറാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പതുക്കെ ആവണമെങ്കിൽ അവിടെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണം. ക്രിയാത്മകമായ പ്രവർത്തനം, പുസ്തകങ്ങൾ എഴുതുക, ലോകത്തുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. പക്ഷെ അത് RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെ വളർത്തുന്നതിന് സഹായകരമായിരിക്കില്ല. നിങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ കൂടുതൽ അറിയുമ്പോൾ, നിങ്ങൾ കൂടുതൽ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യൂണിവേഴ്സലാകുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഹിന്ദുത്വ രാഷ്ട്രീയം. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ആ മേഖലയിൽ അവർക്ക് കടന്നു വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ സ്വാധീനം ചെലുത്തി എന്ന് പറയുന്നത് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുകയാണ്. അല്ല, BJPയുടെ വോട്ട് ഷെയർ ഇനിയും വർദ്ധിക്കും. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റാണ്. ആ പൊളിറ്റിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസും അതേപോലെ തന്നെ CPM അതിൻ്റെ ബദൽ ശക്തികളുടെ ജീർണതകൾ തന്നെയാണ്. എങ്കിലും ഞാൻ കണക്കാക്കുന്നില്ല വളരെ പെട്ടെന്ന് അതിങ്ങനെ വളർന്ന് വലുതാകുമെന്ന്. നോക്കൂ, ഇപ്പോൾ പഞ്ചാബ് ചിലപ്പോൾ നമ്മൾ അടുത്ത ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പഞ്ചാബ് ചിലപ്പോൾ BJP പിടിച്ചെന്നിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ആപ്പിൻ്റെ 7 MP-മാർ 10 MP-മാരുള്ളതിൽ 7 പേരും എന്ത് ചെയ്തു? BJPയിലേക്ക് ചേക്കേറുകയും BJPയെ മാറുകയും BJPയെ ലയിക്കുകയും ചെയ്തു. പിന്നിലുള്ള വാർത്ത എന്ന് പറയുന്നത് അവിടെ ഭരണം നടത്തുന്നതായിട്ടുള്ള APയുടെ ആപ്പിൻ്റെ 60 MLA-മാരെങ്കിലും ചിലപ്പോൾ ഇതേപോലെ തന്നെ കൂറുമാറ്റ നിയമത്തെ അതിജീവിച്ച് BJP പെട്ടെന്നൊരു ദിവസം നമ്മൾ ബോർഡ് വെക്കുകയാണ് ആപ്പിൻ്റെ മുമ്പിൽ BJP എന്ന്. അങ്ങനത്തെ ഉള്ളൊരു പ്രതിഭാസമൊന്നും കേരളത്തിൽ BJPക്ക് നടത്താൻ കഴിയില്ല എന്നുള്ള അതിൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കൽ അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ വനവാസി കല്യാൺ ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം RSS പ്രസ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ ഈ വനമേഖലയൊക്കെയായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിക്കോട്ടെ, അത് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോഴത്തെ പ്രസിഡന്റ് പോലും ആ രീതിയിലൊക്കെ വളർന്നു വന്നിട്ടുള്ളൊരു സ്ത്രീയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, BJP അല്ല, RSS അത്തരം മേഖലകൾ ശ്രദ്ധിക്കുന്നുണ്ട്. വനവാസി മേഖലകളിൽ ശ്രദ്ധിച്ച് ആദിവാസികളെ അവരുടെ ഭാഗത്താക്കി മാറ്റി തീർത്തുന്നതിന് പ്രവർത്തിക്കുന്നുണ്ട്. ദളിതരായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് അവർ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവരുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ച് ശക്തി പ്രാപിച്ചത് അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. അല്ല, നിലവിലിപ്പോൾ ഇന്ത്യയിൽ ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് അതിശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് RSS മാത്രമാണെന്ന് തോന്നുന്നു. മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല. തീർച്ചയായിട്ടും RSSന് അതിൻ്റെതായ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, ആ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ടുള്ള വ്യക്തി യൂണിവേഴ്സൽ ക്യാരക്ടറുള്ള ഒരാളായി മാറുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ ക്യാരക്ടറുള്ള ഒരാൾക്ക് ഈ RSS അങ്ങനെ ഉൾക്കൊള്ളാനായിട്ട്. ഇപ്പം ആ ഒരു കൾച്ചറൽ സ്പേസ് എന്ന് പറയുന്നത് മാഷ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ശബരിമലയിലെ യുവതീ പ്രവേശനം, അതുമായി ബന്ധപ്പെട്ടിട്ട് RSS ആദ്യം എടുത്ത നിലപാടെന്ന് പറയുന്നത് സ്ത്രീകൾ കയറിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ളതാണ്. അവിടെ CPM അതേ തുല്യതയുള്ള ഒരഭിപ്രായം കൊണ്ടുവന്നു. അതാണോ ആ കൾച്ചറൽ സ്പേസ്? ഇത്തരത്തിൽ പഴയതിനെ, അത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കാരണം പഴയതിനെ മാറ്റുക എന്ന് പറയുന്നത് അല്ല, പഴയതിനെ മാറ്റലല്ല. അവിടെ RSS എടുത്ത നിലപാട് വളരെ ശരിയായ നിലപാടാണ്. CPM എടുത്ത നിലപാടും ശരിയായിരുന്നു. പക്ഷെ രണ്ടുപേർക്കും പരാജയപ്പെട്ടു പോകേണ്ടതെന്നാണ്. കാരണം എന്താണ്? അത്ര ശക്തമാണ് പാർലമെൻ്ററി യാഥാസ്ഥിക രാഷ്ട്രീയം.
അപ്പോൾ അതിനവർ കീഴടങ്ങിയാണ് ഇത് രണ്ടുപേരും. RSSും കീഴടങ്ങി, അതുപോലെ തന്നെ CPM കീഴടങ്ങി. കാരണം അതിനകത്ത് അവിടുത്തെ ഒരു പലതരം പ്രത്യേകതകളുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. അത് വെറുതെ ഒരു സ്ത്രീ പ്രവേശത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഞാൻ കാണുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഭൗതികമായിട്ടുള്ള രീതികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സ്ത്രീകളോടെ കയറുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യം കൂടെ അല്ല ശരിക്കും പറഞ്ഞാൽ. സ്ത്രീകളും പുരുഷന്മാരും കൂടി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യാത്രയല്ല അത് ശരിക്കും, തീർത്ഥാടന യാത്രയല്ല. ആ പ്രശ്നവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ താത്വികമായി RSS എടുത്ത നിലപാടും CPM എടുത്ത നിലപാടും സ്വീകാര്യമാണ്. കാരണം സ്ത്രീ പുരുഷ പുരോഗമനത്തിന്റെ നിലപാട് അല്ല, സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത് പുതിയ കാലത്ത് വലിയൊരു ആവശ്യമാണ് ശരിക്കും. സ്ത്രീയും പുരുഷനും ഒന്നാണ് എന്ന് കരുതുന്ന തരത്തിലുള്ള ഫെമിനിസ്റ്റ് ഫിലോസഫി ലോകത്ത് വ്യാപിച്ചു വരികയാണ്. അത് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻ്റൽ ഡിഫറൻസസ് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ അതല്ല, മനുഷ്യനെ മുഴുവനും കൂടി എന്ത് ചെയ്യേണ്ടി വരും, ഉൾക്കൊള്ളേണ്ടി വരും. മനുഷ്യനെ മുഴുവനും കൂടി ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ ഉൾക്കൊള്ളേണ്ടി വരും, ഹിന്ദുവിനെ ഉൾക്കൊള്ളേണ്ടി വരും, അല്ലേ, മുസൽമാനെ ഉൾക്കൊള്ളേണ്ടി വരും, പാഴ്സി, അല്ലേ. ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ ബന്ധപ്പെട്ട് RSSന് അതിൻ്റെതായ സംഘടനകളുണ്ട് കേട്ടോ, ഞാൻ പേര് ഓർമ്മയില്ല. അല്ല, ആ സംഘടനകളല്ല പ്രശ്നം. അത് അവരെ ഓരോരുത്തർക്കും പോയിട്ട് ആളെ സംഘടിപ്പിക്കാൻ നടക്കുന്ന പരിപാടിയല്ലേ. ഇതിൻ്റെ ബേസിക് ഫിലോസഫിയിൽ അതില്ലല്ലോ, അവരില്ലല്ലോ. ബേസിക് ഫിലോസഫിയിൽ അവരില്ല. ഹിന്ദു മാത്രമേ ഉള്ളൂ. നിങ്ങൾ മുസ്ലിം ആണെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഹിന്ദുവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ മുഴുവൻ ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന വിശാലമായ കൺസെപ്റ്റായാലും മുസ്ലിം എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി അവർ അംഗീകരിക്കുന്നില്ല, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി അംഗീകരിക്കുന്നില്ല. അവിടെ ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റിന് സാധ്യതയില്ല. ഇപ്പം തന്നെ ഇപ്പം ദേശീയ മുസ്ലിങ്ങൾക്ക് ഇപ്പം വളരെ എന്താണ് ഇപ്പം RSSന്റെ ഭാഗത്തു നിന്നായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ ദേശീയ മുസ്ലിമുകളുണ്ട്. അപ്പോൾ ഈ ദേശീയ മുസ്ലിം ആയാൽ മതി എന്നുള്ളതാണ്, അതാണ് ഇതിൽ വരുന്നത്. മാഷ് തുടക്കം പറഞ്ഞ പോലെ ഇതൊരു സാംസ്കാരിക സംഘടനയാണല്ലോ. സാംസ്കാരിക സംഘടനയ്ക്ക് സാംസ്കാരികപരമായിട്ട് നിലനിൽക്കേണ്ടി വരും. ആ സാംസ്കാരികതയിൽ നിങ്ങളും കൂടി ഭാഗമാക്കാകണം എന്നുള്ളതാണല്ലോ, അലിഞ്ഞു ചേരുക. അങ്ങനെ അലിഞ്ഞു ചേരലല്ല മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അലിഞ്ഞു ചേരലല്ല. അലിഞ്ഞു ചേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ അലിഞ്ഞില്ലാതാവുക എന്നുള്ളതാണ്. നിങ്ങൾ വെള്ളം എടുക്കുന്നു, ആ വെള്ളത്തിനകത്തൊക്കെ കുറച്ച് ഉപ്പിടുന്നു, ഉപ്പിൻ്റെ കട്ടകൾ കുറെ കഴിയുന്ന സമയത്ത് ഈ ഉപ്പ് കട്ടകളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി. അപ്പോൾ വെള്ളത്തിൻ്റെ ക്യാരക്ടറിനെ സ്വാധീനിക്കുന്നുണ്ടാവും, അത് മറ്റൊരു വിഷയം. പക്ഷേ ഉപ്പെന്ന് പറയുന്ന സാധനത്തിൻ്റെ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ ഉള്ള എക്സിസ്റ്റൻസ് അതിന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മുസ്ലിം ആയിരിക്കുക, ഒപ്പം നിങ്ങൾ ഹിന്ദു ആണെന്ന് പറയുക, ഹിന്ദു ആണ് നിങ്ങൾ എന്ന് പറയുക, നിങ്ങൾ മുസ്ലിം ഐഡൻറ്റിറ്റി അവിടെ നിലനിർത്താൻ പറ്റില്ല. അത് എന്താണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഒരു വല്ലാത്ത വശ്യതയാണോ അതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ എത്രയോ കാലങ്ങളായിട്ട് ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ സംസ്കാരത്തിന്റെ, അത് മുറിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ വരുന്നത് മൊത്തം അതിന്റെയും കൂടി ഭാഗമായിട്ട് മാറുന്നില്ലേ യഥാർത്ഥത്തിൽ? അത് മാറുന്നുണ്ട്. അത് മാറുമ്പോൾ പോലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി നിലനിർത്താനായിട്ട് കഴിയുമ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാവുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു പാർട്ടിയിൽ ഒരാൾ ചേരുന്ന സമയത്ത് പോലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ പാർട്ടിയിൽ ചേരുന്നു, നിങ്ങൾ പാർട്ടിയുടെ ഭാഗമെന്ന് പാർട്ടിൻ്റെ ഐഡൻറ്റിറ്റി ആവുന്നു, പക്ഷേ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കും. അപ്പോൾ നിങ്ങളതിൻ്റെ അടിമയായി കഴിഞ്ഞു. കേരളത്തിൽ CPM നേരിടുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. വ്യക്തികൾക്ക് വ്യക്തികളുടെ ഐഡൻറ്റിറ്റിയെ നിലനിർത്താനായിട്ട് അവസരം നൽകി ആ വ്യക്തിയുടെ സാധ്യതകളെ പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വളരെ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അവിടെ സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല മനുഷ്യൻ. അത് ഈ സാംസ്കാരിക പരിവേഷങ്ങളുടെ കാര്യത്തിലും അത് പ്രസക്തമാണ്. മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്താനായിട്ട് കഴിയണം, ഒപ്പം ഇന്ത്യക്കാരനെന്ന നിലക്ക് അവന് ജീവിക്കാനായിട്ട് കഴിയുകയും ചെയ്യണം. അത് ക്രിസ്ത്യാനിയുടെ കാര്യത്തിലും പാഴ്സിയുടെ കാര്യത്തിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളുണ്ടോ അവർക്കൊക്കെ കഴിയണം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിച്ച ഒരു കൺസെൻറ്റിൻ്റെ പുറത്ത് മാത്രമാണ് ശരിയായ കാര്യമാണ്. അതല്ലാതെ മറ്റു വർത്തമാനങ്ങൾക്കൊരു പ്രസക്തി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ RSSന്റെ 100ാം വാർഷികം തികഞ്ഞിടയിൽ ചെയ്തൊരു പ്രോഗ്രാം, ലോകത്ത് ഇത്രമാത്രം വിജയിച്ച മറ്റൊരു സംഘടനയില്ല RSSനെ പോലെ, അതുകൊണ്ട് RSS ഒരു സക്സസ് സ്റ്റോറിയാണെന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. ആളുകളൊക്കെ അതൊരു കണ്ടിട്ടും ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പിളർന്നു പോകുന്ന അല്ലെങ്കിൽ നിരന്തരം കലഹവും അടിയും നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ RSSൽ നിന്ന് അത് പോട്ടെ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആരും കണ്ടുപഠിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? അല്ല, RSSനെ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു,
അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു സാംസ്കാരിക സംവിധാനമാണ്. ആ സാംസ്കാരിക സംവിധാനം വിജയകരമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ ഇന്ത്യയെ സ്വാധീനിക്കാനും കഴിയും. ഇന്ത്യ RSS പറയുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാകുന്നത്. അല്ലാതെ അത് പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ അതിന് ഇതേപോലെ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുമായിരുന്നില്ല. പക്ഷേ പഴയ കാലത്തേതുപോലെ RSSലേക്ക് ഇന്ന് ആകർഷിക്കപ്പെട്ട് വരുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. ശരി, RSSലേക്ക് BJPയിലേക്ക് വരുന്നുണ്ട് ആളുടെ എണ്ണം കൂടുതലാണ്. RSS ഭയങ്കര ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ ഡിസിപ്ലിൻ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള താല്പര്യമുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു എന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത്. പഴയ RSSകാരൊക്കെ പുതിയ RSSകാരെ കുറിച്ച് നല്ലത് പറയുന്നവരല്ല. അതൊക്കെ അതിൻ്റെ ഒരു സവിശേഷതയാണ് ശരിക്കും പറയാം. എന്തായാലും അത് സക്സസ് സ്റ്റോറിയാണെന്ന് പറയുന്നതിൽ ഒരു തർക്കവും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സക്സസ് സ്റ്റോറി അതിൻ്റെ പേരിലാണ് ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. മാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പഴയ ഒരു RSSകാരൻ ഈ ഫേസ്ബുക്കിലൊക്കെ കുറിച്ചതായിട്ട് കണ്ടു. അദ്ദേഹം BJP എതിർക്കുകയാണ്. പഞ്ചപാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുണ്ടായ യുദ്ധം പോലെയാണ് യഥാർത്ഥത്തിൽ സ്വയം സേവകരും സംഘികളായ ചാണകങ്ങളും തമ്മിൽ നടക്കുന്ന ധർമ്മയുദ്ധം എന്നാണ് ഇത്തരത്തിലുള്ള ഭയങ്കര പ്രോ ആയിട്ടുള്ള ചില സംഘപരിവാർ ആളുകളൊക്കെ പറയുന്നത്, RSS ആളുകളൊക്കെ. അപ്പം അത് മാഷ് പറഞ്ഞതായിട്ട് നോക്കുമ്പം ശരിക്കും വളരെ ശരിയാണ്. അല്ല, നമുക്ക് നേരത്തെ അറിയാവുന്ന പല RSSകാരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നവരാണ്. ജീവിതത്തിൽ അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ചാണ് അവരുടെ ജീവിതത്തെ പാകപ്പെടുത്തുന്നത്. ഇന്ന് BJPക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സംഖ്യകളെന്ന് പറഞ്ഞ് നടക്കുന്നവർ പറ്റില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ തന്നെയല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് വളരെ ആദർശാത്മകമായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു. അങ്ങനത്തെ ആദർശാത്മക സ്വഭാവം ഈ പഴയ RSSനുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പുതിയ RSSനെ അംഗീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ BJP അംഗീകരിക്കാനായിട്ട് പറ്റാത്തത്. കമ്മ്യൂണിസ്റ്റുകാർക്കും അങ്ങനെയാണ്. പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവരൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയോളജിക്കൽ ബേസ്ഡായിട്ടുള്ള ജീവിതക്രമമാണ്, ജീവിത ശൈലിയാണ്. അത് ഇവിടെ ഈ പുതിയ കാലത്തുള്ളവർക്ക് ഇല്ല. ശരി.